ഗെറ്റ് റെഡി വിത്ത് റൈസ. ഇന്ന് ഞാൻ എൻ്റെ മോളിന് ഒരുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന ശേഷം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബേബി ലോഷനാണ്, ഹിമാലയയുടെ ആണ് യൂസ് ചെയ്യുന്നത്. അത് ബോഡി ഫുള്ളായിട്ട് അതുകൊണ്ടാണ് തേക്കുന്നത്. ഫേസിൽ മാത്രം വേറൊരു ക്രീമാണ്, ഹിമാലയയുടെ തന്നെ ഫേസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അവൾക്ക് മുഖത്ത് തൊടുന്നത് തലയെ തൊടുന്നതൊന്നും വലിയ ഇഷ്ടമല്ല, പക്ഷേ ബോഡി മസാജ് ചെയ്യുന്നതും ബോഡിയിൽ ക്രീം വയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബോഡി ഫുള്ള് ക്രീമൊക്കെ തേച്ച ശേഷം നെക്സ്റ്റ് ഫ്രോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗിഫ്റ്റ് കിട്ടിയ ഫ്രോക്കായിരുന്നു ഇത്. പിന്നെ അത് മൊത്തത്തിലൊക്കെ ഒന്ന് ശരിയാക്കി അതിൻ്റെ അടിയിലത്തെ ഫ്രോക്കിൻ്റെ അടിയിൽ വരുന്ന തുണിയൊക്കെ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും, ഡിസ്റ്റർബൻസ് ആവുണ്ടാന്ന് കരുതി ഒക്കെ റെഡിയാക്കി കൊടുത്ത്. അത് പിന്നെ ബാക്കിലേക്ക് വരുന്ന കെട്ടി ഞാൻ ഫ്രണ്ടിലേക്ക് കെട്ടി കൊടുക്കുക, ഒരു ബോ പോലെ. ബാക്കിൽ കെട്ടിയ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, നടക്കാറായി വലിയ പ്രശ്നമില്ല. ഇതാണ് അവൾക്ക് യൂസ് ചെയ്യുന്ന കാജൽ, ഹെർബൽ കാജലാണ്. നെക്സ്റ്റ് ഐടെക്സിൻ്റെ ഐബ്രോ പെൻസിൽ. ഞാൻ ആദ്യം ഇതുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അതിന് മുകളിൽ കൂടെ കൺമിഷൻ എഴുതാറില്ലെങ്കിൽ എനിക്ക് ലൈന് തെറ്റാറുണ്ട്. ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നില്ല, ഇപ്പോൾ ഞാൻ അത് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മുടെ കാജൽ കൊണ്ട് തന്നെ ബ്രഷ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഐബ്രോ ഫിൽ ചെയ്യുന്ന സമയത്ത് ആൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷേ കണ്ണിന് എഴുതുന്ന സമയത്ത് ആൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുത്തൊക്കെ ഇട്ട് കൊടുത്ത് അതും ആദ്യത്തെ പോലെ തന്നെ ഐടെക്സ് കൊണ്ട് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് അതിന് മുകളിൽ കൂടെ കാജൽ അപ്ലൈ ആണ് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത്, ബ്രഷ് കൊണ്ടാകുമ്പോൾ അധികം പൗഡർ ആവില്ല, മൂക്കിലേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് പൗഡർ ഞാൻ യൂസ് ചെയ്യാറ്. പൗഡറിൻ്റെ പഫ് കൊണ്ട് ഞാൻ ചെയ്യാറില്ല, അതിൽ ജസ്റ്റ് പൗഡർ ഫില്ല് ചെയ്ത് വെക്കും, ആവശ്യാനുസരണം എടുക്കുക ചെയ്യാറ്. സ്കൂളില്ലാത്ത സമയത്ത് റിസു അടുത്ത് വന്നിരുന്നിട്ട് ഉള്ള പൗഡറൊക്കെ തട്ടിക്കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 തവണ അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പഫിൻ്റെ ഉള്ളിൽ പൗഡർ ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ബോട്ടിൽ എടുത്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അവൾ എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാനായിക്കില്ല, അതുകൊണ്ട് പാലോടുത്ത് ഉറക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഐബ്രോ എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഐലൈനർ എഴുതുന്ന പോലെ കാജൽ കൊണ്ട് തന്നെ എഴുതി കൊടുത്തൊരു വാലൊക്കെ ഇട്ട് കൊടുത്തു. നടക്കുമ്പോൾ കൺമഷി ആവുന്നതൊക്കെ ഞാൻ വൈപ്സ് കൊണ്ടാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മുകളിൽ ഒരുക്കാറ്. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.